ഹലോ, ഇന്ന് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്നലെ സാറ്റർഡേ ഈവനിങ് തന്നെ നമുക്ക് പട്ടാമ്പിന്ന് ഏട്ടനും അമ്മയും ഏട്ടത്തിയും ദേവനും കുഞ്ഞു ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ എല്ലാവർക്കും ഓഫ് ആണല്ലോ, എനിക്ക് മാത്രമായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നേ. ഇന്ന് 2 to 11 ആണ് എന്റെ ഷിഫ്റ്റ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ സൺഡേ മോർണിംഗ് എല്ലാവർക്കും കൂടെ പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം, ഷിഫ്റ്റ് ആകുമ്പോഴേക്കും വരാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ പുറത്തിറങ്ങി. നല്ല മഴയായിരുന്നു. കുറെ പ്ലേസസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോവാൻ പറ്റിയൊരു പ്ലേസ് നമ്മൾ ആലോചിച്ചപ്പോ നമ്മുടെ കവയാണെന്ന് തോന്നിട്ടോ. കാരണം ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണല്ലോ കവ എന്ന് പറയുന്നേ. അപ്പൊ മലമ്പുഴയും കവയും തെക്കേ മലമ്പുഴയും ലുലുമാളും കുറെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കവയിലാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനും ദേവനും മാത്രമാണ് പുറത്തിറങ്ങിയത്. ഏട്ടനും രാഹുലേട്ടനൊക്കെ ജസ്റ്റ് അവിടെ വരെ വന്നെങ്കിലും ഫുൾ ഒന്ന് നടന്നു കണ്ടത് ഞാനും ദേവനും മാത്രമാണ് കേട്ടോ. ഞങ്ങൾ കൊടയൊക്കെ എടുത്ത് പതിയെ നടന്നു. പിന്നെ കുറെ മഴയൊക്കെ കൊണ്ട് എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു മഴയത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനും റീൽസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാനും ദേവൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ദേവൻ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് എന്നെ മലമ്പുഴ കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മലമ്പുഴ ഒന്നും പോകാൻ പറ്റിയില്ല. ഈ കോടയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ദേവന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മലമ്പുഴ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ദേവനോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ മാം എന്തായാലും കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ലുലുമോളൊക്കെ കാണാൻ വന്നു കേട്ടോ ദേവൻ. അപ്പൊ അവിടെയൊക്കെ കറങ്ങിയിട്ടാണ് തിരിച്ചു പോയത്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് കവ, പാലക്കാട് കവ ആരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് മഴക്കാലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ്. ആ ഒരു പാലക്കാടിന്റെ ആ ഒരു സൗന്ദര്യം തുളുമ്പുന്ന ഒരു സ്പോട്ടുകളിൽ ഒന്നാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുമ്പോഴാണ് നമ്മള് നല്ല ചൂടുള്ള ചോളം അവിടെ കണ്ടത് കേട്ടോ. അപ്പൊ നല്ല സ്പൈസി ആയിട്ട് തന്നെ എടുത്തു. എന്തോ ഇവിടുന്ന് വാങ്ങിയ ചോളത്തിന് നോർമൽ ടേസ്റ്റിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ടാറ്റാ.